നമസ്കാരം. മരുമകൻ്റെ ചില ചെയ്തികൾ ഇനി നടക്കില്ല എന്ന് CPM ഒരു താക്കീത് നൽകുന്നുണ്ട്. അത് കാണാതെ പോകാൻ കഴിയില്ല ഇനി ഈ അമ്മാവനും മരുമകനും. പിണറായിക്കും റിയാസിനും ഇനി എന്തും സംഭവിക്കാം ഈ CPM എന്ന് പറയപ്പെടുന്ന തട്ടകത്തിൽ. കാരണം അവിടെ നിങ്ങളിനി ചെയ്യാൻ പോകുന്നതിനൊക്കെ വിലങ്ങുതടിയായി എത്താൻ പോകുന്നത് നിങ്ങളുടെ തന്നെ ഈ അണികൾ തന്നെയാണ്. ഇവിടെ വയനാടിൻ്റെ ചരിത്രത്തിലേക്ക് പോയാൽ, വയനാടിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ CPM മന്ത്രി എന്നുള്ളൊരു മേൽവിലാസം കിട്ടാൻ പോകുന്നത് ഇനി OR കേളുവിനാണ്. PK ജയലക്ഷ്മിക്ക് ശേഷം സ്വന്തം മന്ത്രിയെ കിട്ടിയ സന്തോഷത്തിലാണ് വയനാട്ടുകാരെന്ന് വേണമെങ്കിൽ പറയാം. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പിറകിലെ ജില്ലയിലെ മന്ത്രിയാകുമ്പോൾ കേളുവിന് മുമ്പിൽ വെല്ലുവിളികളും കുറവല്ല എന്ന് പറയേണ്ടി വരും. പേര് OR കേളു എന്നാണെങ്കിലും അങ്ങ് തീർത്ത് വിളിക്കാറില്ല വയനാടുകാർ. പൊതുപരിപാടികളിലാവട്ടെ, പാർട്ടിയിലെ സദസ്സുകളാവട്ടെ, എല്ലാവർക്കും കേളുവേട്ടനാണ് മാനന്തവാടിയുടെ MLA. ജീവിതത്തിൽ പരാജയമറിയാത്ത ജനപ്രതിനിധി എന്നതാണ് ഏറ്റവും വലിയ മേൽവിലാസം. 2016 മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരിക്കെ നിയമസഭയിലേക്ക് അംഗം കുറിക്കുന്നു. അന്ന് തോൽപ്പിച്ചത് മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മിയെ. തുടർച്ചയായ 10 വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. അതിനും 5 വർഷം മുൻപ് വാർഡ് മെമ്പർ. ജനവിധി തേടിയപ്പോഴെല്ലാം OR കേളു ചുവന്ന് തുടുത്തുകൊണ്ടേയിരുന്നു. മനസ്സുണ്ടെങ്കിൽ മാനന്തവാടിക്ക് മന്ത്രി വേണ്ടെന്ന് തെളിയിച്ച കാലമുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട കാലം. ഏറ്റവും മോശം റോഡുകൾ ഉണ്ടായിരുന്ന ഒരു മാനന്തവാടി, ആ മാനന്തവാടി മണ്ഡലത്തിൽ റോഡുകൾ ഇപ്പോൾ ഏറ്റവും മികച്ച റോഡുകളായി മാറി എന്നുള്ളതാണ്. മനം നിറഞ്ഞ് മാനന്തവാടി എന്ന പ്രചാരണത്തോടെ നിയമസഭയിലേക്കുള്ള ഒടുവിലെ അംഗവും കടന്നു. മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിൽ പോലും കേളു അവസാനം മന്ത്രിയാകുന്നു. ഒടുവിൽ ഇടതു മന്ത്രിസഭയ്ക്ക് വയനാടിനുള്ള അയിത്തം മാറുന്നു. പിണറായി സർക്കാരുകളിൽ വയനാടിന് ആദ്യ മന്ത്രി, ജില്ലയിലെ ആദ്യ CPM മന്ത്രിയാവുകയാണ് OR കേളു എന്ന കേളുവേട്ടൻ. മനുഷ്യമൃഗ സംഘർഷങ്ങളിൽ നാട് കലുഷിതമാകുമ്പോൾ മണ്ണറിയുന്നവരുടെ മനസ്സറിയുന്നവരുടെ മന്ത്രിയുണ്ടെന്ന് സർക്കാരിന് ആശ്വസിക്കാം. ഇടതിനൊപ്പം ഉണ്ടായിരുന്ന കുറിച്യ വോട്ടുകൾ ഇത്തവണ കുറച്ചെങ്കിലും BJPക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് വസ്തുതയാണെങ്കിൽ കൂടിയും കേളുവിനെ മന്ത്രിയാക്കുന്നതിലൂടെ അവരെ ഒപ്പം നിർത്തുവാൻ CPMനാകും എന്നുള്ളതാണ് വസ്തുത. കേളുവിനാകട്ടെ മന്ത്രി എന്ന നിലയിൽ വെല്ലുവിളികൾ പലതാണ്. സ്വന്തം മണ്ഡലമായിട്ടുള്ള മക്കിയാകട്ടെ ഭൂമി പ്രശ്നത്തിൽ സ്ഥിരം പരിഹാരം ഉറപ്പാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകൾക്ക് ഉത്തരവാദിയാകും. യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടി വരും. മനുഷ്യമൃഗ സംഘർഷങ്ങളുള്ളിടത്ത് ജനരോഷം തണുപ്പിക്കുവാനും സർക്കാർ നയം സംരക്ഷിക്കുവാനും ഒരുപോലെ ശ്രമിക്കേണ്ടി വരും. അങ്ങനെ വേർപ്പ് ഒഴുക്കേണ്ടി വരും OR കേളുവിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വയനാടിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ CPM മന്ത്രിയായി OR കേളു അങ്ങനെ വരട്ടെ. പക്ഷേ ആ OR കേളു വരാതിരിക്കുന്നതിന് ശ്രമം നടത്തിയതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിൻ്റെ താല്പര്യം എന്ന് പറയപ്പെടുന്നത് സച്ചിൻ ദേവിനെ മന്ത്രിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനായതുകൊണ്ട് തന്നെ റിയാസിൻ്റെ വാദങ്ങൾ CPM അംഗീകരിക്കുമെന്നൊരു ചൊൽപ്പടി ഉണ്ടായിരുന്നു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതിന് തൊട്ട് മുമ്പ് വരെ. പക്ഷേ ആ കാലമൊക്കെ മാറിയിരിക്കുന്നു സഖാക്കളെ, മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാലമൊക്കെ മാറിയിരിക്കുന്നുവെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടത് മറ്റാരുമല്ല, ഈ റിയാസ് മന്ത്രിയും ആ മന്ത്രിയുടെ അമ്മാവനായിട്ടുള്ള മുഖ്യമന്ത്രിയുമാണ്. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ റിയാസ് മന്ത്രിയും മനസ്സിലാക്കുക, CPM എന്ന് പറയപ്പെടുന്നത് പാടെ മാറേണ്ടിയിരിക്കുന്ന പ്രസ്ഥാനമാണ്. രണ്ട് വ്യക്തികളിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്നവരുടെ ചോരയും നീരും കണ്ണീരും കൊണ്ട് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറയപ്പെടുന്നത്. ആ CPM എന്ന് പറയപ്പെടുന്നത് നിങ്ങൾ രണ്ടുപേരുടെ ചുമലിൽ വെച്ച് മുന്നോട്ട് പോകാനുള്ളതല്ല എന്ന് ഇനിയെങ്കിലും അണികളും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് OR കേളു വയനാടിൻ്റെ മന്ത്രിയായി എത്തുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അർഹതപ്പെട്ടവൻ അങ്ങനെ മന്ത്രിയായി വരട്ടെ. അല്ലാതെ അമ്മാവൻ പറയുന്ന മരുമകൻ പറയുന്നവർ മാത്രം പാർട്ടിയുടെ തലപ്പത്തേക്ക് എത്തുന്നു, അവർ തന്നെ മന്ത്രിമാരായി മാറുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നവർ മാത്രം നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ സീറ്റുകളിൽ നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിക്കുന്നു. ഈ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. 2024 ഈ മെയ് മാസത്തിന് മുൻപ് അല്ലെങ്കിൽ ജൂൺ മാസം 4-ന് മുൻപ് അവിടെ കഴിഞ്ഞു എല്ലാം. ആ പരാജയത്തിൽ നിന്ന് ഇനി മുന്നോട്ട് പോകാൻ CPMനാകില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ റിയാസ് മന്ത്രിയെയും പിണറായി വിജയനെയും തരിപ്പണമാക്കിയിരിക്കുന്നത് CPMകാർ തന്നെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സച്ചിൻ ദേവ് ഇപ്പോൾ മന്ത്രിയായനെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മന്ത്രിയായനെ. പകരം OR കേളു എന്ന് പറയപ്പെടുന്ന അർഹതപ്പെട്ടവൻ വയനാടിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ CPM മന്ത്രിയായതിന് പിന്നിൽ ഇത്തരത്തിൽ ചില തീരുമാനങ്ങൾ കൂടി എടുക്കുവാൻ CPMന് കഴിയും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. അല്ലെങ്കിൽ ഈ റിയാസ് മന്ത്രിയുടെയോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയോ ചാർച്ചക്കാരോ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരോ ആയിരിക്കും മന്ത്രിയാകേണ്ടിയിരുന്നത്. എന്തായാലും അത്തരത്തിലൊരു കാര്യം ചെയ്തതിന് നന്ദി പറയാം CPMനോട്.